അമ്മ കഴിക്കാത്ത? വായിക്ക് രുചിയില്ലേ? അതോ ആഹാരം കൊള്ളാഞ്ഞിട്ടാണോ? ഞാനൊരു അമ്മയല്ലടി. എന്റെ മോൻ വീട് വിട്ടിറങ്ങിപ്പോയാ എനിക്ക് എങ്ങനെയാടി ആഹാരം ഇറങ്ങുന്നേ? അമ്മ ഇപ്പൊ കാണിക്കുന്നത് ആവശ്യമില്ലാത്ത സങ്കടവും ടെൻഷനും ആണെന്ന് ഞാൻ പറയും. ഒന്നുമില്ലെങ്കിൽ ഏട്ടനൊരാണല്ലേ. ഏട്ടത്തി പോയിട്ട് അവിടെ ആർക്കും വലിയ ടെൻഷനൊന്നും ഇല്ലെന്നല്ലേ അമ്മ പറഞ്ഞേ? അവർക്ക് ടെൻഷൻ ഇല്ലാത്ത അടി എന്റെ ടെൻഷൻ. ആനന്ദമാഷയുടെ ധൈര്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ദ്രനും അവളും പോയത് അയാളുടെ അറിവോടുകൂടിയാണെന്നാ. ഏയ്, അങ്ങനെയാണെങ്കിൽ രഘുവേട്ടൻ ഇവിടെ വന്ന് അവരെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെന്ന് ചോദിക്കില്ലല്ലോ. ആനന്ദമാഷിന്റെ മരുമകനല്ലേ അവൻ? അമ്മാവൻ കള്ളനാണെങ്കിൽ കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുന്നവനാ മരുമകൻ. അവനിവിടെ വന്നത് നമ്മുടെയൊക്കെ നിലപാട് എന്താണെന്നറിയാനാ. ഞാൻ അവരെ അംഗീകരിച്ചു കഴിഞ്ഞാ നാളെ തന്നെ അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാമല്ലോ. പിന്നെ ഒറ്റ രാത്രി കൊണ്ട് അമ്മ ഇന്ദ്രേട്ടനെയും ഏടത്തെയും അങ്ങ് അംഗീകരിക്കുമെന്ന് വിശ്വസിക്കാനേ ആ വീട്ടുകാരൻ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരാ. അതുപോലെ അമ്മ അംഗീകരിക്കുമെന്നും തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുന്നുള്ള പ്രതീക്ഷയിലൊന്നും ആയിരിക്കില്ല ഇന്ദ്രേട്ടൻ ഏടത്തെയും മോനെയും കൂട്ടിക്കൊണ്ടു പോയത്. ഒന്നുകിൽ അവര് അമ്മയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും സ്ഥലത്ത് രഹസ്യമായിട്ട് കുറെ കാലം ജീവിക്കും, അല്ലെങ്കിൽ തിരിച്ചു വന്ന് ഏട്ടത്തിയുടെ വീട്ടില് അമ്മയോട് യുദ്ധം ചെയ്ത് ജീവിക്കും. എന്തായാലും 2-3 ദിവസം അമ്മയൊന്ന് വെയിറ്റ് ചെയ്യും. കൃത്യമായിട്ടുള്ളൊരു ചിത്രം അതിനുള്ളിൽ കിട്ടും. അതെ, അതുവരെ അമ്മ ആഹാരം കഴിക്കാതിരുന്ന അമ്മയുടെ ആരോഗ്യം മോശമാവേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഇന്ദ്രേട്ടനും ചേച്ചിയും ഒരുമിക്കാൻ വീണ്ടും തീരുമാനിച്ചെങ്കിൽ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നാ. അതല്ലേ അന്തസ്സും മാന്യതയും. എനിക്ക് അന്തസ്സും മാന്യത ഇത്തിരി കുറവാടാ. അതുകൊണ്ടാ എന്റെ മോളെ ഒരിക്കൽ ചതിച്ചിട്ട് പോയ നിന്നെ വീണ്ടും ഈ വീട്ടിൽ പൊറപ്പിക്കാൻ എനിക്ക് സമ്മതിക്കേണ്ടി വന്നത്. ഇനി എന്റെ മുഖത്തടിച്ച ഒരുത്തിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള അന്തസ്സും മാന്യത എനിക്ക് വേണ്ടടാ. ശ്യാം അവന്റെ അഭിപ്രായം പറഞ്ഞതല്ലേ അമ്മേ, അതിനെന്തിനാ അമ്മ ഇങ്ങനെ ചൂടാവുന്നത്? ഇവൻ ആരാ മോനെന്ന് നിനക്കറിയോ? ഇന്ദ്രൻ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ സച്ചി സാറിന് കൊടുക്കാനുള്ള 15 ലക്ഷം ഇവന്റെ ബാധ്യതയാവും. അതിന്ന് രക്ഷപ്പെടാനുള്ള അടവാ ഇതൊക്കെ. എടാ, നിനക്ക് വേണമെങ്കിലേ ഇന്ദ്രനെ നീ തേടി പിടിച്ചോണ്ടുവാ. ഞാൻ അവനെ 2 കൈ നീട്ടി സ്വീകരിക്കാം. പക്ഷെ അവൾ ഈ പടി ചവിട്ടിയാ അവളുടെ കാല് ഞാൻ വിട്ടും. അവിടെ ഇരിക്കെ. മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ഒരാവശ്യമില്ലാതെ ചോദിച്ചു വാങ്ങിയതല്ലേ. ചോദ്യങ്ങൾ ചോദിച്ചാലേ ഓരോരുത്തരുടെ ഉള്ളിൽ എന്തെന്ന് അറിയാൻ പറ്റൂ. ഞാൻ ഇവിടെ ഉള്ള കാലത്തോളം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരം കളയേണ്ട അവസ്ഥയാണല്ലോ. അത് കുഴപ്പമില്ല സോനെ, വിശപ്പിനേക്കാൾ വലുതല്ലേ അഭിമാനം.